നമസ്കാരം ചേട്ടാ. അതെ. കഴിഞ്ഞ 57 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും കൊണ്ട് മഹനീയമാക്കിയ കൊരട്ടി പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ഗംഗാധരൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമുക്ക് ഈ ലൈബ്രറിയുടെ വിഷയങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഗംഗാധരൻ ചേട്ടാ, ലൈബ്രറി സെക്രട്ടറി ആണല്ലേ? അതെ അതെ. എത്ര വർഷമായി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ തുടങ്ങി? സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷത്തോളമായി. ആരാണ് പ്രസിഡന്റ്? KN ദാമോദരൻ എന്ന് പറഞ്ഞ ആളാണ്. CPIM-ന്റെ മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണ്. നമ്മുടെ ഈ ലൈബ്രറിയിൽ എന്തെല്ലാം പരിപാടികളാണ് നമ്മുടെ ജനങ്ങൾക്കായിട്ട് നൽകപ്പെടുന്നത്? ഈ ലൈബ്രറി കൊണ്ടുള്ള ഗുണം? ഇപ്പൊ ഈ ലൈബ്രറികൾ നമ്മൾ വനിതകളെ വിളിച്ചു കൂട്ടാറുണ്ട്. അതുപോലെ തന്നെ വനിതകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കുടുംബശ്രീക്കാർ ഇപ്പം ഇവിടെ എല്ലാ മാസം തോറും കുടുംബശ്രീക്കാർ വരാറുണ്ട്, അവർ കൂടാറുണ്ട്. ഇപ്പം ലൈബ്രറിയുടെ ഭാഗമെന്ന നിലയിൽ നമ്മൾ ഇവിടെ PHCയുടെ സബ് സെൻറ്റർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. നല്ല രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അംഗൻവാടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 3 വാർഡിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബിൽഡിങ് ഉണ്ടാക്കിയത്. ഞാൻ സെക്രട്ടറി ആയിട്ടും ഈ ലൈബ്രറി വരുമ്പം ഈ ഇവിടെ ഒരു ചെറിയ ഒരു ഷീറ്റ് ഇട്ട ഒരു കെട്ടിടം, കറണ്ടില്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല. പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിത് ഇവിടെ തുടങ്ങുന്നത്. പുസ്തകങ്ങൾ മാത്രം കുറേ ഉണ്ടായിരുന്നു, പുസ്തകങ്ങൾ എടുത്ത് വെച്ചു. വെട്ടം പോലും ഇല്ലാതിരുന്ന കാലത്ത് ഈ ലൈബ്രറിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും, കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും അക്ഷീണ പരിശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് തേക്കാനും ഇത് മറ്റു കാര്യമില്ല. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സഹായിച്ച ഒരു ബ്ലോക്ക് മെമ്പർ ഉണ്ടായിരുന്നു, ഓമനക്കുട്ടൻ സഖാവെന്ന്. ഞങ്ങൾ അദ്ദേഹത്തെ ഓമനക്കുട്ടൻ ഈ ലൈബ്രറിയുടെ കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഞങ്ങളെ വളരെ സഹായിച്ചിട്ടുണ്ട്. ആവശ്യമായ ഫർണിച്ചറുകൾ തരിക, അതുപോലെ തന്നെ TV തരിക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ഞങ്ങളെ സഹായിച്ച ഒരു ഓമനക്കുട്ട സഹാബ്. പിന്നീട് നിരന്തര പരിശ്രമത്തിന് ഫലമായിട്ടാണ് TNC-MPയുടെ വകയായിട്ട് ഒരു 5 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നാണ് താഴെ ഞങ്ങൾക്ക് ചെറിയൊരു ബിൽഡിംഗ് കൂടെ ഉണ്ടാക്കാൻ. ആരാ പൈസ ഫണ്ട്? TNC-MP, രാജ്യസഭ MP എന്ന് പറയും. കാരണം മറ്റേ ആൾക്കാരൊക്കെ ഫണ്ട് തരാതെ വന്നപ്പം അന്നത്തെ കാലത്തൊക്കെ വലിയ പാടായിരുന്നു. അപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പം അങ്ങനെ ഒരു ഇതും കൂടെ കിട്ടി താഴെ ഞങ്ങളൊരു റൂമൊക്കെ പണിതെടുക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത പ്രവർത്തകർ ആരാന്ന് ചോദിച്ചാൽ ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ പറയാനാൽ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജിൻ പേട്ടപ്പള്ളി വളരെ അധികം ആൾക്കാർക്ക് രക്തം കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ രക്തദാന അത് ലൈബ്രറി പ്രവർത്തകരായിട്ട് തന്നെയാണ് ഇവരൊക്കെ അന്നും. അത് ഇന്നും അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പൊ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറും കൂടെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോഴും രക്തദാനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങൾ വീടുകളിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ സഹായിക്കുക. ആ കാര്യത്തിലൊക്കെ ഈ ലൈബ്രറി പ്രവർത്തകരായിട്ട് പോവും. എങ്ങനെ ആയാലും നിങ്ങളത് പോയി സഹായിക്കാതിരുന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ കോവിഡ് കാലഘട്ടങ്ങളിൽ ഇപ്പം ഞാൻ ചുരുക്കി പറഞ്ഞുള്ളൂ. കോവിഡ് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ലൈബ്രറി പ്രവർത്തകരും ആണ് ഏറ്റവും കൂടുതൽ അവിടെ പോയി അവരെല്ലാം സഹായിച്ചത്. എല്ലാവർക്കും എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ഇന്നും ഓർക്കുന്നു. എന്തിന് എൻ്റെ വീട്ടിൽ പോലും എനിക്ക് ഭക്ഷണം കൊണ്ട് തന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മേല, ആഹാരം കിട്ടിയല്ല. ആ സമയത്ത് രാവിലെ ഓടിക്കൊണ്ടുവന്ന് ഭക്ഷണം കൊണ്ട് തന്ന് പുറത്ത് വെച്ച് വിളിച്ചു പറഞ്ഞ് ഓടിപ്പോകും. പിള്ളേരായാലും ആരായാലും കൊണ്ട് തന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ. അതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിലെ പൊതുപ്രവർത്തന രംഗത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. വെള്ളപ്പൊക്കം ഉണ്ടായി ഞങ്ങളുടെ ഈ കുറുവാമൂഴി പ്രദേശത്ത്. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കുറുവാമൂഴിയിലെ കുറേ വീടുകളെ ഈ കൊട്ടി സെൻറ്റ് മേരീസ് UP സ്കൂൾ എന്ന് പറയും, ആ സ്കൂളിൽ പാരിഷ് ഹാളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയായിരുന്നു. അന്ന് ഈ ലൈബ്രറി പ്രവർത്തകരും എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് വന്നത്. ഇതിനു വേണ്ടി പറയുന്നു, ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന്
അവർക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ഒരു ടി വി എടുത്തുകൊണ്ട് അവിടെ തന്നെ ഞങ്ങൾ സ്ഥാപിച്ച് അവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് വരാതിരിക്കാനും അവർക്ക് ടി വി ഞങ്ങൾ ഇവിടുന്ന് ഈ ലൈബ്രറിയിൽ നിന്നാണ് ആവശ്യപ്പെട്ടിട്ട് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കാണിക്കണ്ടേ. അങ്ങനെ നോട്ട് ബുക്ക് സ്കൂൾ പിള്ളേർക്ക് നോട്ട് ബുക്ക് എല്ലാ വർഷവും വിതരണം. എല്ലാ വർഷവും പിന്നെ കൊട, ബാഗ്. വകയായിട്ട് നോട്ട് ബുക്കുകളുടെ വിതരണം, അതുപോലെ ബുക്കുകളുടെ വിതരണം എല്ലാം ചെയ്യാറുണ്ട്. അത് ഈ പച്ചക്കറി കൃഷിയുണ്ട്, പച്ചക്കറി വിത്തുകൾ. പച്ചക്കറി വിത്തുകൾ വിതരണം ഈ കൊല്ലവും നടത്തിയായിരുന്നു. എല്ലാ കൊല്ലങ്ങളും പിന്നെ ഈ ലൈബ്രറി മുന്നോട്ട് പോകണമെങ്കിലേ നമുക്ക് നല്ലൊരു ചെലവുണ്ടല്ലോ. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ നടത്തി കറണ്ട് ബില്ല് വേണം, പിന്നെ സ്റ്റാഫുകളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം ചെലവ്. ഈ ഫണ്ടൊക്കെ എങ്ങനെ കളക്ട് ചെയ്യും? ഞങ്ങള് അതിന്റെ വരുമാനം ലൈബ്രറിക്ക് മാസവരി ആയിട്ട് കുറെ പൈസയൊക്കെ കിട്ടും. എത്ര അംഗങ്ങളുണ്ട് നമ്മുടെ ലൈബ്രറി? നമ്മുടെ ലൈബ്രറിയിൽ ഇപ്പൊ സജീവ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 150 അംഗങ്ങളിൽ കൂടുതൽ ഇല്ല. അത് സജീവ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാസവരി അംഗങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ ഞങ്ങള് ഒരു കുറച്ച് 10-25 പേരെ ആയുഷ്കാല മെമ്പർമാരായിട്ട് ചേർത്തു. ആദ്യകാലത്ത് ഈ ആയുഷ്കാല മെമ്പർമാരെ ചേർത്തപ്പം അന്ന് മാസവരി 2 രൂപയുള്ളായിരുന്നു. ഈ മാസവരി 2 രൂപ ഉള്ളപ്പം ഞങ്ങൾ 100 രൂപ വാങ്ങിച്ചുകൊണ്ടാണ് ആയുഷ്കാല മെമ്പർഷിപ്പ് കൊടുത്തത്. മറ്റൊന്നും കൊണ്ടല്ല അന്ന് ആയുഷ്കാല മെമ്പർഷിപ്പ് 100 രൂപ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. ഇവിടെ ബിൽഡിംഗ് പണിയാനൊന്നും ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റു മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ ഒരു മാർഗം കണ്ടെത്തി ആയുഷ്കാല മെമ്പർഷിപ്പ് അങ്ങ് കൊടുത്തേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൊടുത്ത് കുറെ പൈസ കിട്ടിയാണ് ചില കാര്യങ്ങളൊക്കെ. സർക്കാരിന്റെ എന്തെങ്കിലും ഗ്രാൻഡ് എന്തെങ്കിലും ഉണ്ടോ? സർക്കാരിന്റെ ഗ്രാൻഡ് എല്ലാ വർഷവും നമുക്ക് പിന്നെ അതായത് പുസ്തകം എടുക്കാനും മറ്റുമായിട്ട് എല്ലാ വർഷവും നമുക്ക് ഗ്രാൻഡ് തരും. പിന്നെ കിട്ടുന്ന തുക കൊണ്ടെന്ന് പറയുമ്പം വളരെ കുറച്ച് പുസ്തകം എടുക്കത്തുള്ളൂ. പുസ്തകങ്ങളുടെയൊക്കെ വില കൂടുതൽ കൊണ്ട് നമുക്ക് 25,000 രൂപയോ അല്ല പിന്നെ അതനുസരിച്ച് തുക കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പുസ്തകം എടുക്കാം. അതിൻ്റെ കൂടുതൽ പുസ്തകങ്ങളങ്ങ് എടുത്തു പോകും. ഇപ്പൊ നിലവിൽ എത്ര പുസ്തകം കാണുമായിരിക്കും നമ്മുടെ ലൈബ്രറി? 15,000 പുസ്തകത്തോളം. 15,000 പുസ്തകം ഉണ്ട്. അതെല്ലാം കുറച്ച് പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർവ്വവിജ്ഞാനകോശമുണ്ട്, വിശ്വവിജ്ഞാനകോശമുണ്ട്, പിന്നെ വിവേകാനന്ദ സാഹിത്യ സർവ്വമുണ്ട്, അഥർവവേദമുണ്ട്, ഋഗ്വേദമുണ്ട് തുടങ്ങി പിന്നെ എല്ലാ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഖുറാൻ വരെയുണ്ട്. അങ്ങനെ മതപരമായ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ ആ പുസ്തകങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബാലവേദി കുട്ടികൾക്ക് പ്രത്യേകം പുസ്തകമുണ്ട്. റെഫറൻസ് പുസ്തകങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പറയാല്ലേ കൃഷി പുസ്തക കോർണർ എന്നും പറയുന്നത് തന്നെ നമ്മുടെ ലൈബ്രറിയിൽ ഒരെണ്ണമുണ്ട്. അവിടെ കൃഷി പുസ്തക കോർണറായിട്ട് ഞങ്ങൾ കൃഷിക്കുള്ള ആവശ്യമായ പഠനത്തിനുള്ള ബുക്കുകൾ പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇവിടെ സെക്രട്ടറി ആയിട്ട് കയറുമ്പം പിന്നെ കോൺഗ്രസിൻ്റെ അല്ലെ കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ആൾക്കാരായിരുന്നു ഇഞ്ചത്താനും എം ജി തോമസ് എന്നൊക്കെ പറയുന്ന ആൾ. EP ജോസഫ് എന്ന് പറയുന്ന ആൾ പ്രസിഡന്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി കോൺഗ്രസ്സുകാരനായിരുന്നു. ചെറിയാൻ ജേക്കബ് എന്ന് പറയുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായ ഒരു സാറുണ്ടായിരുന്നു. സാറും പിന്നെ രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. അങ്ങനെ ധാരാളം പേര് ഈ ലൈബ്രറിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പി ഗോവന്നൻകുട്ടി, ഇന്നത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജി രാജിൻ്റെ അച്ഛൻ പി ഗോവന്നൻകുട്ടീൻ്റെ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഇതിൻ്റെ പ്രവർത്തകനായിരുന്നു. ആദ്യകാലത്ത് വാടക കെട്ടിടത്തിൽ കിടന്ന കാലത്ത് ടേബിൾ ടെന്നീസ്, ചെസ്, ക്യാരംസ് ഇങ്ങനെയുള്ള കളികളുണ്ടായിരുന്നു. ഇനിയും വരുന്ന വർഷങ്ങളിൽ അത്തരം പരിപാടികളോടെ തുടങ്ങാനുള്ള ഒരു ശ്രമം നമ്മുടെ കെട്ടിടത്തിൻ്റെ ബുദ്ധിമുട്ട് അപര്യാപ്തതയും കൊണ്ടാണ്. സെക്രട്ടറി ആയിട്ടും ലൈബ്രറിയനായിട്ടും പ്രവർത്തകനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സന്നദ്ധ പ്രവർത്തന രംഗത്തും ജീവകാരുണ്യ രംഗത്തും ബ്ലഡ് ദാന രംഗത്തെല്ലാം സജീവമായിട്ട് ഇത്രയും വർഷം ഇത് പ്രവർത്തിച്ചിട്ട് എൻ്റെ ഒരു സംശയം, ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആകാൻ ഗംഗാധരൻ ചേട്ടന് പറ്റിയോ? ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലൈബ്രറി രംഗത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എനിക്ക് അറിവ് നേടിയിട്ടുണ്ട്. പൊതു അറിവുകൾ എന്നാണ് എനിക്കതിനെ പറയുന്നത്. നമ്മുടെ ധാരാളം പുസ്തകങ്ങൾ കിട്ടുന്ന സമയങ്ങൾ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വായിച്ചിട്ടില്ല. അതിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതവും തൊഴിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് കുറേശ്ശെയൊക്കെ വായിക്കാറുള്ളത്. ഇത് പിന്നെ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ടി സോമൻ എന്ന് പറയും. ഞാൻ ലൈബ്രറി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ സോമന് എൻ്റെ 35 വർഷമായെന്ന് തോന്നുന്നു. 35 വർഷത്തോളമായി ലൈബ്രറിയനായിട്ട് ഇരിക്കുകയാണ്. ഇവിടുത്തെ ഞാൻ സെക്രട്ടറി ആയിട്ട് കയറുമ്പം വേറെ ആളായിരുന്നു ലൈബ്രറിയൻ. അദ്ദേഹത്തെ മാറ്റിയ ശേഷം ഇദ്ദേഹത്തെ ആക്കി. ഇദ്ദേഹം ഇന്നും ലൈബ്രറിയനായിട്ട് നമ്മുടെ കൂടെ കഴിയുവാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പബ്ലിക് ലൈബ്രറിയുടെ ജോയിന്റ് സെക്രട്ടറി അല്ലേ സഖാവ് AK, എന്താ അതുകൊണ്ട് പറയാനുള്ളത്?
കഴിഞ്ഞ 10 വർഷക്കാലം ആ. നമ്മുടെ ഈ സമൂഹത്തിലും ഉം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഉം. ആൾക്കാർക്ക് വായന ഉം. ശീലം വളർത്തുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്ന ഒരു ലൈബ്രറിയായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമായ വിനോദ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ലൈബ്രറി നടന്നു വരുന്നുണ്ട്. ഇത്രയും വർഷത്തെ പ്രവർത്തനത്തില് നമുക്ക് നല്ലൊരു സംതൃപ്തി ഉണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായും. ഉണ്ട്.